नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപത്തിൽ നമ്മൾ ഇപ്പോൾ 10ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 10ാമത്തെ അധ്യായം വിഭൂതി യോഗം 3ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് 4-5 ശ്ലോകങ്ങൾ വായിക്കാം. 4-5 ശ്ലോകങ്ങൾക്ക് ഒരുമിച്ചാണ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥം നൽകിയിട്ടുള്ളത്. വിഭൂതിയോഗം വളരെ ഉത്തമമായിട്ടുള്ള, വളരെ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണെന്ന് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഭൂതിയോഗം ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ ഭക്തിയിൽ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്തിയിൽ പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്ന, ഭക്തന്മാരെ സഹായിക്കുന്ന ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിക്കുന്നത്, ഭഗവാനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനാകും എന്നുള്ള കാര്യം 3ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യോമാം അജം അനാദിം ച വേത്തി ലോക മഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപേ പ്രമുച്യതേ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. യോമാം അജം അനാദിം ച വേത്തി ലോക മഹേശ്വരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ അനാദിയായിട്ട്, മറ്റൊരു തുടക്കമില്ലാത്ത വ്യക്തിയായിട്ടും, എല്ലാറ്റിൻ്റെയും തുടക്കമായിട്ടുള്ള വ്യക്തിയായിട്ടും, ജനിക്കാത്തവനായിട്ടും, ഭൗതിക ലോകത്തിൽ പ്രകൃതിയുടെ നിയമപ്രകാരം ജനിക്കാത്തവനായിട്ടും ഭഗവാൻ ഈ ഭൂമിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് അദ്ദേഹം ജനിക്കുകയല്ല, അദ്ദേഹം അവതരിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാൻ വരുന്നതാണ്. അതേപോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാൻ തിരിച്ചു പോകുന്നതാണ്. ഭഗവാനെ ഈ ഭൗതിക ലോകത്തിലുള്ള യാതൊരു നിയമവും, ഭൗതിക പ്രകൃതിയിലെ ഒരു നിയമവും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെ? അത് അറിയാതിരിക്കുന്നവൻ മൂഢനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, മനുഷ്യന്മാരായിട്ട് ഭഗവാനെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുന്നത് മാനുഷീം തനുമാശ്രിതം അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം. ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്നത് വലിയൊരു തെറ്റാണ്. ഭഗവാൻ അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മമ ഭൂതമഹേശ്വരം, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടമാണ് എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാത്ത ആളുകൾ മൂഢന്മാരാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അവജാനന്തി മൂഢ മാനുഷീം തനുമാശ്രിതം. ഒരു സാധാരണ വ്യക്തിയാണ് ഭഗവാൻ എന്ന് കരുതുന്ന ആളുകളൊക്കെ വിഡ്ഢികളായിട്ടുള്ള ആളുകളാണ്, ഭഗവാനെ അംഗീകരിക്കാത്ത ആളുകളാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെയും ഭഗവാൻ പറയുന്നു, യോമാം അജം അനാദിം ച വേത്തി ലോക മഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. സർവലോക മഹേശ്വരം, ഭഗവാനെ എല്ലാ ലോകത്തിന്റെയും ഈശ്വരനായിട്ട്, എല്ലാ ലോകങ്ങളുടെയും നിയന്താവായിട്ട് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ എല്ലാവിധ അജ്ഞാനവും ഇല്ലാതാകുന്നത്. അസമ്മൂഢ, എല്ലാ മൂഢത്വവും
ഇല്ലാതാകും, എല്ലാവിധ അജ്ഞാനവും ഇല്ലാതാകും എന്ന് പറയുന്നു. സമർത്ഥ്യേഷു സർവപാപേ പ്രമുച്യത, അങ്ങനെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യജീവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? നമ്മൾക്ക് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്ന് പറയും. ഭഗവാനെ കുറിച്ചുള്ള സത്യം ഗുരുപരമ്പരയിലൂടെ അതേപടി മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും ഇല്ലാതാകും. പാപങ്ങൾ ഇല്ലാതായാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലെ? നമ്മൾക്ക് ഒരുപാട് പാപങ്ങൾ അനുഭവിക്കാനുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കാനുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഭഗവാനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് മാത്രം എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. നമ്മളെ മറ്റ് പല വഴിപാടുകള്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നേർച്ചകള്, അല്ലെങ്കിൽ വലിയ വലിയ തപസ്സുകള്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ചുള്ള സത്യം അംഗീകരിക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. അത് തന്നെ ഏറ്റവും വലിയൊരു യജ്ഞമാണ്. പക്ഷെ അതെല്ലാവർക്കും സാധിക്കില്ല, അല്ലെ? ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഭഗവാൻ പറയുന്ന വാക്കുകൾ അതേപടി സ്വീകരിക്കാൻ സാധിക്കും. അത് പൂർവ്വജന്മത്തിലുള്ള നമ്മുടെ പുണ്യം കൊണ്ടാണ് ഭഗവാൻ പറയുന്ന വാക്കുകൾ അതേപടി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും, എല്ലാവിധ തെറ്റുകളും അതോടുകൂടി ഇല്ലാതാകുമെന്ന് 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യെസ്. ഇനി ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളൊക്കെ, ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ, അതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം എന്ന് പറയും. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവിധ ഗുണങ്ങളും വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനമാണ് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്, അല്ലെ? ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നതും ആ വ്യക്തിയുടെ തലച്ചോറാണ് എന്ന് പറയും. പക്ഷെ ആ തലച്ചോറ് എങ്ങനെയാണ് അങ്ങനെ ആയത്, അതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ് എന്നൊന്നും നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല. ഒരു വീട്ടിലെ 2 കുട്ടികൾക്ക് തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാകും. എങ്ങനെ അങ്ങനെയായി എന്നുള്ളതിന് മോഡേൺ സയൻസിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. അവർ പറയുന്നത് അത് ഹെറിഡിറ്റിയാണ്, അത് ജനറ്റിക്സ് ആണ് എന്നൊക്കെ പറയും. പക്ഷെ എങ്ങനെ ആ ജനറ്റിക്സ് ഉണ്ടായി, അതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ്, അതാരും നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസ്, അതൊക്കെ നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപത്യതേ. കർമ്മണ ദൈവനേത്രേണ, ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് ഒരു കുട്ടിക്കൊരു ശരീരം കിട്ടുന്നതല്ല, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് ഒരു കുട്ടിക്കൊരു സ്വഭാവം കിട്ടുന്നതല്ല, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ, പ്രത്യേക ഗുണങ്ങൾ, ബുദ്ധി, ഓർമ്മശക്തി. ചില കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാവും, ചില കുട്ടികൾക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാവും, ചില കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കും, ഓർമ്മശക്തി കുറവായിരിക്കും. ചില കുട്ടികൾ നല്ല ആരോഗ്യത്തോടു കൂടി ജനിക്കും, ചില കുട്ടികൾ അംഗവൈകല്യത്തോടു കൂടി ജനിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലുള്ള രഹസ്യം എന്താണ്? അവിടെ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ തന്നെ നേതൃത്വത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപത്യത. ഒരു ജന്തുവിന്, ഒരു ജീവന് ശരീരം കിട്ടുന്നത് ഭഗവാന്റെ നോട്ടത്തിന് കീഴിലാണ്, അല്ലാതെ യാദൃച്ഛികമായി അങ്ങനെ സംഭവിക്കുന്നതല്ല. ഭഗവാനെ അംഗീകരിക്കാത്തവര്, അവർക്ക് പ്രത്യേകിച്ച് അതിന് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് കുട്ടിക്ക് ജന്മന അംഗവൈകല്യം ഉണ്ടായി, എന്തുകൊണ്ട് ചില കുട്ടികൾക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാകുന്നു, കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്നു, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആർക്കും നൽകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത അത് നൽകുന്നുണ്ട്. അത് ഭഗവാന്റെ മേൽനോട്ടത്തിലാണ്. കർമ്മണ ദൈവനേത്രൻ,
ആ ജീവന്റെ പൂർവജന്മ കർമ്മങ്ങൾക്കനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചുമാണ് ഒരു പുതിയ ശരീരം ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. ആ ശരീരത്തിലെ സ്വഭാവ സവിശേഷതകളൊക്കെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളതാണ്. അത് ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നിവിടെ 4-5 ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദമാക്കുന്നുണ്ട്. ആ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഭഗവാൻ ഓരോന്ന് എടുത്തു പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാം. ബുദ്ധിർ ജ്ഞാനം അസമ്മോഹ ക്ഷമാ സത്യം ദമശമ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച അഭയമേവ ച അഹിംസ സമത തുഷ്ടി തപോദാനം യശോ അയശഃ ഭവന്തി ഭാവാ ഭൂതാനം മത്ത ഏവ പൃഥക് വിധാഃ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം ഒരു ജീവന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ, ക്വാളിറ്റീസ് ആണ്. ബുദ്ധി, ജ്ഞാനം, അസമ്മോഹം, ക്ഷമ, സത്യം, ദമ, ശമ, സുഖം, ദുഃഖം, ഭവോ, അഭാവോ, ഭയം ച അഭയമേവ ച അഹിംസ, സമത, തുഷ്ടി, തപോദാനം, യശോ അയശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥക് വിധാ ഭഗവാൻ പറയുന്നു. അതിന്റെ ഭാവാർത്ഥം വളരെ വിശദമായിട്ട് ശ്രീല പ്രഭുപാദർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ശ്രീല പ്രഭുപാദർ അത് നിർവചിക്കുന്നുണ്ട്. ആത്മീയ നിലവാരത്തിൽ അത് നിർവചിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അതിന്റെ ഉദാഹരണ സഹിതം ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഭാവാർത്ഥം 4 പേജ് 5 പേജ് ഭാവാർത്ഥമുണ്ട്. എന്തായാലും നമുക്കത് വായിക്കാം. 4-5 ശ്ലോകങ്ങൾ വായിച്ചോളൂ. ഭാവാർത്ഥം വേണമെങ്കിൽ 2-3 പേർക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വായിച്ചതിന് ശേഷം നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. സഞ്ജീവനി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബുദ്ധിർ ജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമ ശമഃ സുഖം ദുഃഖം ഭാവോ അഭാവോ ഭയം ച ഭയമേവ ച അഹിംസ സമത തുഷ്ടി തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാന മത്ത ഏവ പൃഥഗ്വിധാ. വിവർത്തന ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, സുഖദുഃഖങ്ങൾ, ജനന മരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഭാവാർത്ഥം. ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ വിവിധ ഗുണങ്ങൾ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. അവയെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ബുദ്ധി എന്നത് വസ്തുതകളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവും, ജ്ഞാനം എന്നത് ആത്മാവെന്ത് ജഡമെന്ത് എന്ന് അറിയുന്നതുമാണ്. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ്. അതിവിടെ ജ്ഞാനമായി അംഗീകരിച്ചിട്ടില്ല. ജ്ഞാനം എന്നാൽ ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കലാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നൊന്നില്ല. ഭൗതിക മൂലകങ്ങളിലും ശരീര ആവശ്യങ്ങളിലും മാത്രമാണ് അവരുടെ ശ്രദ്ധ. അതിനാൽ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് പൂർണ്ണതയില്ല. അസമ്മോഹം അഥവാ സംശയങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നും ഉള്ള മോചനം സങ്കോചമില്ലാതെ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് നേടാം. പതുക്കെ തീർച്ചയായും വ്യാമോഹങ്ങളിൽ നിന്ന് അയാൾ മുക്തനായി തീരും. അന്ധമായി ഒന്നിനെയും സ്വീകരിച്ചുകൂടാ. ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം സ്വീകരിക്കാൻ. ക്ഷമ, മാപ്പ് കൊടുക്കൽ പരിശീലിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ പിഴകൾ പൊറുക്കുക. സത്യം എന്ന് വെച്ചാൽ വസ്തുതകളെ അന്യർക്ക് ഉപകരിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുക. സത്യത്തെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചുകൂടാ. സാമൂഹ്യ മര്യാദ അനുസരിച്ച് മറ്റുള്ളവർക്ക് ഹിതകരമായ സത്യം മാത്രമേ പറയാവൂ. സത്യം
എന്നതല്ല, വാസ്തവമെന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സത്യം വളച്ചൊടിക്കാതെ പറയണം. ഒരാൾ കള്ളനാണെങ്കിൽ അയാൾ കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സത്യമാണ്. സത്യം ചിലപ്പോൾ അപ്രിയമായേക്കാം, എങ്കിലും അത് പറയാതിരിക്കരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി വസ്തുതകളെ അതേപടി അവതരിപ്പിക്കുക എന്നതാണ് സത്യത്തിന്റെ നിർവചനം. ആവശ്യമില്ലാതെ സ്വന്തം സുഖാനുഭോഗങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കലാണ് ഇന്ദ്രിയ സംയമനം. ഇന്ദ്രിയങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ല. എങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സുഖാനുഭോഗങ്ങൾ ആത്മീയ പുരോഗതിക്ക് ദോഷം ചെയ്യും. ഇന്ദ്രിയങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കരുത്. അതുപോലെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെയും മാറ്റി നിർത്തണം. അതിനെ ശമം എന്ന് പറയുന്നു. ധനസമ്പാദനോപായങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പോക്കുന്നത് ചിന്താശക്തിയുടെ ദുരുപയോഗമാണ്. മനുഷ്യന്റെ പ്രധാന ആവശ്യങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കുകയും ആധികാരികമായി അവതരിപ്പിക്കുകയും വേണം. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയവരും പുണ്യാത്മാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ഉത്കൃഷ്ട ചിന്തകരുമായുള്ള സമ്പർക്കം കൊണ്ട് ചിന്താശക്തിയെ വളർത്തിയെടുക്കണം. കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള എന്തിനേയും സ്വീകരിക്കണം. പ്രതികൂലമായതിനെ ഉപേക്ഷിക്കുകയും വേണം. ഭവം ജനനം ശരീരത്തെ സംബന്ധിച്ചതാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനന മരണം ഒന്നൊന്നില്ല. ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്തിലെ ഒരാളുടെ മൂർത്തിത്വത്തിന് മാത്രമേ ജനന മരണങ്ങൾ ബാധകമാകുന്നുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയാണ് ഭയത്തിന് കാരണം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്രവർത്തികൾ കൊണ്ട് അയാൾ പരമവ്യോമത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് നിശ്ചയമായും തിരിച്ചു പോകും. അതുകൊണ്ട് അയാളുടെ ഭാവി ഭാസുരമാണ്. മറ്റുള്ളവർക്ക് തങ്ങളുടെ ഭാവി എന്തെന്നറിഞ്ഞുകൂടാ. വരാൻ പോകുന്ന ജന്മത്തിന്റെ സ്ഥിതിയും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ നിരന്തരം ഉത്കണ്ഠാഭരിതരാകുന്നു. ഈ ആകുലതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മുഖ്യ ഉപായം കൃഷ്ണനെ കുറിച്ചുള്ള അറിവും സദാ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. അങ്ങനെ നമുക്ക് സകല ഭയങ്ങളിൽ നിന്നും മോചിതരാകാം. ഭയം ദ്വിതീയാഭിനിവേശത ത്യാഗ് എന്ന ഭാഗവതം 11.2.37 മായാശക്തിയിൽ മായാശക്തിയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഭയമുണ്ടാകുന്നത്. മായാശക്തിയിൽ നിന്ന് മുക്തി നേടി തങ്ങൾ ഭൗതിക ശരീരങ്ങളല്ല, ഭഗവാന്റെ ആധ്യാത്മിക അംശങ്ങളാണെന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെടുന്നവർക്കാകട്ടെ പേടിക്കാനൊന്നുമില്ല. ശോഭനമാണ് അവരുടെ ഭാവി. കൃഷ്ണാവബോധമില്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭയരാഹിത്യം സാധ്യമാകൂ. വേറെ ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, ഞാൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. മറ്റുള്ളവർക്ക് ക്ലേശമോ ആശയക്കുഴപ്പമോ ഉണ്ടാക്കാവുന്നതൊന്നും ചെയ്യാതിരിക്കലാണ് അഹിംസ. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യ സ്നേഹികളും വാഗ്ദാനം ചെയ്യുന്ന ഭൗതിക പ്രവർത്തനങ്ങൾ നല്ല ഫലങ്ങൾ ഉളവാക്കുന്നില്ല. അവർക്ക് ആധ്യാത്മിക വീക്ഷണം ഇല്ലെന്നതാണ് ഇതിന് കാരണം. മാനവ സമുദായത്തിന് ഏറ്റവും പ്രയോജനകരമായത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യ ശരീരത്തെ ശരിയായി ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന പരിശീലനം ജനങ്ങൾക്ക് നൽകണം. അതാണ് അഹിംസ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യ ശരീരം. ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകാത്ത ഏതൊരു പ്രസ്ഥാനവും കമ്മീഷനും മനുഷ്യ ശരീരത്തെ ഹിംസിക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ ജനങ്ങളെ ആധ്യാത്മിക സുഖത്തിലേക്ക് നയിക്കാവുന്നതെന്തും അഹിംസ തന്നെ. സമത, സന്തുലിതാവസ്ഥ എന്നത് രാഗദ്വേഷങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ്. അത്യന്തം ആസക്തിയോ അത്യന്തം അനാസക്തിയോ ഉത്തമമല്ല. ആസക്തിയോ വെറുപ്പോ കൂടാതെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കണം. കൃഷ്ണാവബോധം പ്രായോഗികമാക്കുന്നതിന് സഹായകമായത് സ്വീകരിക്കുകയും വിരുദ്ധമായത് ഉപേക്ഷിക്കുകയും വേണം. അതാണ് സന്തുലിതാവസ്ഥ, സമത. കൃഷ്ണാവബോധ അനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താത്ത പക്ഷം സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ യാതൊന്നുമില്ല. കൃഷ്ണാവബോധവാനായ ഒരു വ്യക്തിക്ക് തുഷ്ടി, സംതൃപ്തിയാണ് അനാവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ ഭൗതിക വസ്തുക്കൾ വീണ്ടും വീണ്ടും നേടിക്കൂട്ടാനുള്ള ആകാംക്ഷ പാടില്ല. ഭഗവത് അനുഗ്രഹത്താൽ ലഭിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തൃപ്തനാകണം. അതാണ് സംതൃപ്തി.
തപസ്സിന്റെ കാര്യത്തിൽ വേദവിഹിതങ്ങളായ നിബന്ധനകൾ പലതുണ്ട്. പുലർച്ചയ്ക്ക് മുൻപ് ഉണരലും സ്നാനവും അക്കൂട്ടത്തിൽപ്പെടും. പുലരുന്നതിന് മുൻപ് ഉണരാനും കുളിക്കാനും ചിലപ്പോൾ ഏറെ പ്രയാസമുണ്ട്. എന്നാൽ ഇത്തരം ക്ലേശങ്ങൾ സ്വമേധയാ അനുഭവിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവാസം വിധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ആർക്കും ഉപവാസത്തിൽ താല്പര്യമുണ്ടാവില്ല. എന്നാൽ കൃഷ്ണാവബോധ ജ്ഞാനത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ദൃഢനിശ്ചയത്തോടെ അത്തരം ശാരീരിക ക്ലേശങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദികാജ്ഞകൾക്കെതിരായോ അനാവശ്യമായോ ഉപവസിക്കുകയും അരുത്. രാഷ്ട്രീയ കാര്യസിദ്ധിക്ക് വേണ്ടി ഉപവസിച്ചുകൂടാ. തമോ ഗുണത്തിലുള്ള ഉപവാസമായിട്ടാണ് ഇതിനെ ഭഗവത്ഗീത വിവരിക്കുന്നത്. രജസ്തമോ ഗുണങ്ങളോടെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആത്മീയ പുരോഗതിക്ക് സഹായകരമല്ല. സത്വഗുണത്തിൽ ചെയ്യുന്നതെല്ലാം പുരോഗതിയിലേക്ക് നയിക്കും. വേദാജ്ഞാനുസാരം ഉപവാസം അധ്യാത്മജ്ഞാനമുള്ളവനെ സമ്പുഷ്ടിപ്പെടുത്തുന്നു. ഒരാൾ തന്റെ സമ്പത്തിൽ നിന്ന് പകുതി ഭാഗം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കണം. ഇതാണ് ദാനം. എന്താണ് ഈ നല്ല കാര്യം? കൃഷ്ണാവബോധാനുസാരേണ പ്രവർത്തിക്കുന്നതാണത്. നല്ലൊരു കാര്യം മാത്രമല്ല, ഉത്തമമായ കർത്തവ്യവുമാണത്. കൃഷ്ണൻ നല്ലവനാകയാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ളതെല്ലാം നല്ലതാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ് ദാനം ചെയ്യേണ്ടത്. ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്ന് വൈദിക സാഹിത്യങ്ങൾ ഘോഷിക്കുന്നുണ്ട്. വേദാജ്ഞാനുസാരം അത്ര ഉത്തമമായ നിലയിലല്ലെങ്കിലും ഈ പതിവ് തുടർന്നു പോരുന്നുണ്ട്. എന്നാലും ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതാണെന്നാണ് ആജ്ഞ. എന്തുകൊണ്ട്? അവർ ഉത്കൃഷ്ടരായ ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെ കാരണം. ഒരു ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നതിനായി തന്റെ ആയുഷ്കാലം മുഴുവനും അർപ്പിക്കേണ്ടതാണ്. ബ്രഹ്മജാനാനീതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ. തങ്ങളുടെ ജീവിത നിർവഹണത്തിന് ആവശ്യമായ ധനാർജനത്തിന് സമയം കിട്ടാത്ത വിധത്തിൽ സദാ ഉത്കൃഷ്ടമായ ആധ്യാത്മിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്. വൈദിക സാഹിത്യമനുസരിച്ച് സന്യാസിയും ദാനം വാങ്ങാൻ അർഹനാണ്. സന്യാസി വീട് തോറും ഭിക്ഷയ്ക്ക് ചെല്ലുന്നത് ധനം നേടാനല്ല, ദൗത്യ നിർവഹണത്തിനാണ്. അജ്ഞാന നിദ്രയിൽ നിന്ന് ഗൃഹസ്ഥന്മാരെ ഉണർത്തുന്നതിനാണ് സന്യാസി വീട് തോറും സഞ്ചരിക്കുന്നത്. ഗൃഹസ്ഥന്മാർ കുടുംബജീവിത കാര്യങ്ങളിൽ മുഴുകിയതിനാൽ തങ്ങളുടെ യഥാർത്ഥ ജീവിത ഉദ്ദേശം കൃഷ്ണാവബോധം ഉണർത്തുക എന്നതാണെന്ന് മറന്നുപോകുന്നു. അതിനാൽ യാചകരായി ഗൃഹസ്ഥന്മാരെ സമീപിച്ച് അവർക്ക് കൃഷ്ണാവബോധത്തിലേക്ക് പ്രചോദനം നൽകുക എന്നതാണ് സന്യാസിയുടെ കർത്തവ്യം. വേദങ്ങൾ ഘോഷിക്കുന്നത് പോലെ ഒരാൾ ഉണർന്നു പ്രവർത്തിച്ച് മനുഷ്യജന്മം കൊണ്ട് നേടാവുന്നത് നേടുക തന്നെ വേണം. ഇതിനുള്ള അറിവും രീതിയും സന്യാസികൾ നൽകുന്നു. അതിനാൽ സന്യാസികൾക്കും ബ്രാഹ്മണർക്കും സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ദാനം ചെയ്യണം, അല്ലാതെ അനാവശ്യ പ്രവർത്തനങ്ങൾക്കല്ല. ഉത്തമ ഭക്തനായി അറിയപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ പ്രശസ്തനാകുന്നുള്ളൂ. യശസ് അഥവാ പ്രശസ്തി ഇപ്രകാരമായിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു അഭിപ്രായപ്പെടുന്നു. അതാണ് ശരിയായ പ്രശസ്തി. ഒരാൾ കൃഷ്ണാവബോധത്തിൽ ഒരു ഉന്നത വ്യക്തിയാവുകയും അതറിയപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ പ്രശസ്തനാകുന്നു. അത്തരം പ്രശസ്തി ഇല്ലാത്തയാൾ അപ്രശസ്തനാണ്. വിശ്വത്തിലെങ്ങും മാനവ സമുദായത്തിലും ദേവന്മാരുടെ സമൂഹത്തിലും ഈ ഗുണങ്ങൾ വെളിപ്പെടുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളിലും ഉണ്ട്. വിവിധ മാനവ രൂപങ്ങൾ ഈ ഗുണങ്ങൾ അവിടെയുമുണ്ട്. കൃഷ്ണാവബോധത്തിലൂടെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഭഗവാൻ ഈ ഗുണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. എന്നാൽ ആളുകൾ സ്വയം ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. പരമപുരുഷന്റെ ഭക്തിയുത സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൽ ഭഗവൻ നിശ്ചയത്താൽ എല്ലാ സദ്ഗുണങ്ങളും സംജാതമാകുന്നു. നന്മയായാലും തിന്മയായാലും ശരി, നാം കാണുന്നത് എന്തും കൃഷ്ണനിൽ നിന്നുളവായതാണ്. കൃഷ്ണനിൽ ഇല്ലാത്തതൊന്നും ഈ ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുന്നില്ല. ഇതാണ് ജ്ഞാനം. എല്ലാം വെവ്വേറെ സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്കറിയാമെങ്കിലും എല്ലാം കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി ആൻഡ് അംബിക മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള, മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങളും ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യരിൽ ഇത് തെളിഞ്ഞു കാണാൻ സാധിക്കും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ. അപ്പൊ ആ ക്വാളിറ്റീസ് ഒക്കെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ഭഗവാനാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള പഠനത്തിൽ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ ബ്രെയിനാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസ്, ബുദ്ധി, ജ്ഞാനം, ഒരു വ്യക്തിയുടെ ബുദ്ധി ആ വ്യക്തിയുടെ ബ്രെയിനിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നാണ് വരുന്നത് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സത്യമാണ്. പക്ഷെ ആ തലച്ചോർ അങ്ങനെ ആരാണ് ഡിസൈൻ ചെയ്തത്? അതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അല്ല, ഒരു വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് വലിയ ബുദ്ധിയുണ്ട്,
പക്ഷെ ആ ശാസ്ത്രജ്ഞന്റെ ബ്രെയിൻ ആരാണ് ഡിസൈൻ ചെയ്തത്? അത് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ആരാണ്? അത് ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിൽ പ്രകൃതി നൽകിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെയും ഭഗവാന്റെ നിയന്ത്രണമുണ്ട്. അത് മറക്കുമ്പോഴാണ് നമ്മൾ മായയിൽ പെട്ടുപോകുന്നത്. ഇവിടെ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, ഗുണങ്ങളെ കുറിച്ച്, ഒരു ജീവാത്മാവ് അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഗുണങ്ങൾ ഓരോന്നും നമ്മൾ വായിച്ചു. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വളരെ വിശദമായിട്ട് ഓരോ ഗുണങ്ങളെയും വിശദീകരിച്ച് പറയുന്നുണ്ട്. നമ്മൾക്ക് ഒന്നുകൂടി അത് ഒന്ന് ജസ്റ്റ് നോക്കാം. അത് നോക്കുക മാത്രം ചെയ്താൽ മതി. നമ്മൾ വായിച്ചു കഴിഞ്ഞു. ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. ഒരു വസ്തുവിനെ ശരിയായ രീതിയിൽ തിരിച്ചറിയാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയും. ഒരു ബുദ്ധിയുള്ള വ്യക്തിക്ക് വസ്തുതകളെ ശരി തെറ്റായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ, അതിന്റെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് എളുപ്പമാണ്. ബുദ്ധി ഇല്ലെങ്കിൽ ഒരു വസ്തുവിനെ ശരിയായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു തന്നു. ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള കഴിവാണ്. എന്താണ് ആത്മീയമായിട്ടുള്ള വസ്തു, എന്താണ് ഭൗതികമായിട്ടുള്ള വസ്തു, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ജ്ഞാനം എവിടെയും കിട്ടുന്നില്ല, അല്ലെ? ആത്മീയമായിട്ടുള്ള വസ്തുവിനെ കുറിച്ച് എവിടെയും പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സർവകലാശാലയിലും ഒരു യൂണിവേഴ്സിറ്റിയിലും ഈ ജ്ഞാനം നൽകുന്നില്ല എന്നുള്ള കാര്യം ശീലപ്രഭാതർ പറയുന്നുണ്ട്. നമ്മൾ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നേടുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനം നമ്മൾക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയും. ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ജ്ഞാനം. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അസമ്മോഹം എന്ന് പറയുന്നത്, സമ്മോഹമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഒഴിഞ്ഞ അവസ്ഥ. ആ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹമാണ്, അല്ലെ? കാരണം ഭഗവാൻ ഉള്ളിലിരിക്കുന്നുണ്ട്. മത്തസ്മൃതി ജ്ഞാനം അപോഹനം വെച്ച എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന്റെ സംശയ നിവൃത്തി ഉണ്ടാകും. കാരണം ഭഗവാൻ ഉള്ളിൽ നിന്ന് ജ്ഞാനം നൽകാൻ സാധിക്കും. പരമാത്മരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള ജ്ഞാനം ഭഗവാൻ നമ്മളോടുള്ള അനുകമ്പ കൊണ്ട് നൽകുന്നു എന്ന് പറയുന്നു. യേശാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തം നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഭഗവാൻ ഉള്ളിലിരുന്നിട്ട് നമ്മൾക്ക് ജ്ഞാനം തന്ന് നമ്മുടെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാക്കാൻ ഭഗവാന് സാധിക്കും. അതേപോലെ പുറമേ നിന്നും ഭഗവാൻ നമ്മുടെ സംശയം ഇല്ലാതാക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഒന്ന്, ഒരു ഗുരുവിനെ നമ്മൾക്ക് തരുക എന്നുള്ളതാണ്. ഗുരുവിനോട് കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ സംശയങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സമ്മോഹാവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് പുറത്തു വരാൻ സാധിക്കും. അതേപോലെ ശാസ്ത്രങ്ങളും നമ്മളെ സമ്മോഹാവസ്ഥയിൽ നിന്ന് അസമ്മോഹ അവസ്ഥയിലേക്ക് വരാനാണ് സഹായിക്കുന്നത്. സംശയമില്ലാത്ത അവസ്ഥയിലേക്ക്. വേദങ്ങള്, അതേപോലെ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ സംശയങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും. അപ്പൊ ആ സംശയങ്ങളില്ലാത്ത അവസ്ഥയാണ് അസമ്മോഹം എന്ന് പറയുന്നത്. ആ അസമ്മോഹ അവസ്ഥയിലേക്ക് നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഉള്ളിൽ നിന്നും പരമാത്മരൂപത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു. പുറമെ ആത്മീയ ഗുരുവിന്റെ രൂപത്തിൽ ഭഗവാൻ സഹായിക്കുന്നു. അതേപോലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ക്ഷമ എന്നുള്ള കാര്യം പറഞ്ഞു. ക്ഷമ ഒരു ആത്മീയമായിട്ടുള്ള സ്വഭാവമാണ്. ക്ഷമ എന്ന് പറയുന്നത് ദൈവീക സ്വഭാവമായിട്ട് ദേവാസുര ഭാവങ്ങൾ എന്നുള്ള അധ്യായത്തിൽ ഭഗവാൻ ദൈവീക സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഈ ക്ഷമ എന്നുള്ള ക്വാളിറ്റി പറയുന്നുണ്ട്. നമ്മൾ ആത്മീയമായിട്ട് പുരോഗമിക്കാനും സഹായിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ക്ഷമ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാനുള്ള കഴിവിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാന്റെ കാരുണ്യം
ലഭിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. കാരണം ചൈതന്യ മഹാപ്രഭു അത് നിർദ്ദേശിക്കുന്നുണ്ട്. അമാനിന മാനദേന കീർത്തനീയ സദാഹരി. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് മറ്റുള്ളവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് നമ്മൾക്ക് ഭഗവാന്റെ കീർത്തനത്തിൽ, ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ മുഴുകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ക്വാളിറ്റിയാണ് ക്ഷമ എന്ന് പറയുന്നത്. പിന്നീട് സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് അതിന്റെ നിർവചനം ശ്രീല പ്രഭുപാദർ കൊടുക്കുന്നത് വാസ്തവം, മറ്റുള്ളവർക്ക് ഹിതകരമായിട്ടുള്ള വാസ്തവം അതേ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സത്യം. അല്ലെ, ചിലപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സത്യം പറഞ്ഞു പോകും. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞു എന്ന് പറയുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ സത്യസന്ധതയല്ല. അല്ലെ, ചില സമയത്ത് എന്താണ് അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞു. അപ്പൊ അത് സത്യമാണ് യഥാർത്ഥത്തിൽ, പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സത്യമാണ്. അത് ഒരു വാസ്തവം അതേപടി അവതരിപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിൽ, പക്ഷെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു വാസ്തവം, പ്രധാനമായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതേപടി ശാസ്ത്രത്തിൽ എന്താണോ വിവരിച്ചിട്ടുള്ളത് അതേപടി നമ്മുടെ ഊഹാപോഹങ്ങൾ കലർത്താതെ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് സത്യം. അത് ബ്രാഹ്മണന്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. സത്യസന്ധത ഉള്ള വ്യക്തി ബ്രാഹ്മണനാണ്. അല്ലെ, ബ്രാഹ്മണന്റെ ക്വാളിറ്റിയിൽ പറയുന്ന ഒരു ക്വാളിറ്റിയാണ് ആർജവം, സത്യസന്ധത, വാസ്തവത്തിനെ അതേപടി. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ശാസ്ത്രത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ നമ്മൾ അതേപടി പറയണം. എല്ലാവരുടെയും ലൈക്ക് നമ്മൾക്ക് കിട്ടുകയില്ല. അല്ലെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരാം. എല്ലാവരും മാംസം കഴിക്കരുത്, അതേപോലെ മദ്യപാനം ചെയ്യരുത്, അതേപോലെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത്, അവീതമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് ഇന്നത്തെ കാലത്ത് പറയുമ്പം അധികം ആളുകൾക്കും ഇഷ്ടപ്പെടുകയില്ല. കാരണം എന്താണ്? ഇന്നത്തെ കലിയുഗത്തിൽ ഇതെല്ലാം സാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ശീലപ്രഭാതർ ആ ഒരു ആർജവം കാണിച്ചു. അമേരിക്കയിൽ പോയിട്ട് ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതെല്ലാം ആണ് ജീവിതം എന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ് അതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അത് ഒരു ആർജവമാണ്. ആചാര്യന്റെ ഒരു ക്വാളിറ്റി, സത്യസന്ധത, വാസ്തവത്തിനെ അതേപടി അത് അവതരിപ്പിക്കാനുള്ള കഴിവ്. അത് വലിയ വലിയ ഗുരുക്കന്മാർക്കുള്ള കഴിവാണ്. അല്ലെ, സത്യസന്ധത സാധാരണഗതിയിൽ ഇന്ന് കലിയുഗത്തിൽ വളരെ കുറവാണ്. സത്യം ആരെടുത്തെങ്കിലും കേൾക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അധികം ആളുകളും പറയുന്നത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ ഭരണാധികാരികൾ പോലും കള്ളത്തരം പറയുന്ന, അസത്യം പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സത്യം വളരെ റെയർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അത് വലിയൊരു ക്വാളിറ്റിയാണെന്ന് പറയുന്നത്, ബ്രാഹ്മണീയമായിട്ടുള്ള ക്വാളിറ്റി. കലിയുഗത്തിൽ ബ്രാഹ്മണ സ്വഭാവം കുറയുന്നത് കൊണ്ടാണ് ഈ സത്യസന്ധത നശിച്ചു വരുന്നത്. പിന്നെ ദമയും ക്ഷമയും നമ്മൾക്ക് ജ്ഞാനം ആർജിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജ്ഞാനം ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക്, മനോനിയന്ത്രണം ഇല്ലാത്തവർക്ക് ജ്ഞാനം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവരുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഭഗവാൻ അർജുനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാന നാശനം. നമ്മൾക്ക് ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലെങ്കിൽ, നിയന്ത്രണം ഇല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും? നിന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. അപ്പം ജ്ഞാനം ആർജിക്കണമെങ്കിൽ, ഈശ്വരനെ കുറിച്ച് നമ്മൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇന്ദ്രിയ നിയന്ത്രണത്തിന് പറയുന്ന പേരാണ് ദമ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് മനോനിയന്ത്രണമാണ്. മനസ്സിന്റെ ചിന്താഗതികളെ നിയന്ത്രിച്ച് ഭഗവാന്റെ ചിന്താഗതികൾ, ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ക്ഷമയാണ്. സുഖം ദുഃഖം, ഭൗതിക ലോകത്തില് സുഖവും ദുഃഖവും മാറി മാറി വരുന്നതാണ്. ഭൗതിക ലോകത്തിൽ കൂടുതലായിട്ടും ദുഃഖമാണ് ഉള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുഃഖാലയം അശാശ്വതം.
എന്നുള്ള കാര്യം. അതേപോലെ ഇതെല്ലാം അനുഭവിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നു. സുഖം, ദുഃഖം ഇതെല്ലാം ഫിക്സഡ് ആണ് യഥാർത്ഥത്തിൽ. ഒരു ശരീരം ഉണ്ടാകുമ്പോൾ തന്നെ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, നമ്മളെ സുഖത്തിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്? ഒരു ശരീരം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിന് അനുഭവിക്കേണ്ട ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം സമയം കൊണ്ട് കാലം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട സുഖവും ദുഃഖവും ഒക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് വരികയാണ് അല്ലെ? നമ്മൾ ആരും ദുഃഖം വരണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് തേടി പോകുന്നില്ല, പക്ഷെ ദുഃഖം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സുഖവും എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിലും ഒരേ സമനിലയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. സുഖം, ദുഃഖം, ഭവോ അഭാവോ. ഭവം എന്ന് പറയുന്നത് ജനനമാണ്. അഭാവോ അതേപോലെ അഭാവം എന്ന് പറയുന്നത് മരണമാണ്, ശരീരത്തിനെ ഉപേക്ഷിക്കുന്നതാണ്. രണ്ടും ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തി എപ്പോഴാണ് ജനിക്കേണ്ടത്, ഒരു വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. ഭയം ച അഭയമേവച. ഭയം, അഭയം ഇത് രണ്ടും ജീവാത്മാവിന്റെ രണ്ട് അവസ്ഥകളാണ്. അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്ത അവസ്ഥ, ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠയില്ല. അതെപ്പോഴാണ്? ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന സമയത്താണ്. ഭഗവാൻ എന്നെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം, ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കുമ്പോഴാണ് അഭയം. ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന സമയത്ത് അഭയം ഉണ്ടാകും, യാതൊരു ഉത്കണ്ഠയും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഭഗവാൻ എന്നെ സംരക്ഷിക്കും, ഏതൊരവസ്ഥയിലും ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ആ ഉത്തമ ബോധ്യമുണ്ട്. അതാണ് അഭയം എന്നുള്ള അവസ്ഥ. അപ്പൊ കൃഷ്ണാവബോധത്തിൽ പുരോഗമിച്ച് ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളവർക്ക് അഭയമുണ്ടാകുമെന്ന് പറയും. അല്ലാത്തവർക്ക് എന്താണ്? ഭഗവാന്റെ സംരക്ഷണത്തിൽ അല്ലാത്തവർക്കാണ് ഭയം. ഭഗവാന്റെ സംരക്ഷണത്തെ കുറിച്ച് മറന്നുപോയത് കൊണ്ടാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത് അല്ലെ? ഭഗവാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഹൃദയത്തിൽ, പക്ഷെ നമ്മൾ മറന്നുപോയി. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എന്നോട് ആർക്കും താല്പര്യമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത്? തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനെ മറന്നുപോയി. തൊട്ടടുത്തിരിക്കുന്ന ഭഗവാന് നമ്മളെ എല്ലാവിധത്തിലും സഹായിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അതുകൊണ്ടാണ് നമുക്ക് ഭയം. ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഭയം. ഒറ്റയ്ക്കല്ല, ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും ഭഗവാൻ എന്നെ സംരക്ഷിക്കാൻ സാധിക്കും, ഏത് സാഹചര്യത്തിലും ഭഗവാൻ എന്നെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. അവിടെ അഭയമാണ്. ഭഗവാന്റെ ശരണത്തിൻ കീഴിൽ, ഭഗവാന്റെ സംരക്ഷണത്തിൻ കീഴിൽ അഭയം നമ്മൾക്ക് ലഭിക്കും. അപ്പൊ ഇത് രണ്ടും തീരുമാനിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഒരു ജീവാത്മാവ് ശരണം പ്രാപിക്കുമ്പോൾ ആ ജീവാത്മാവിന് ഭഗവാൻ എന്ത് കൊടുക്കുന്നു? അഭയം നൽകുന്നു. ഭഗവാന്റെ ശരണത്തിൽ നിന്ന് ജീവാത്മാവ് വിട്ടുപോകുന്ന സമയത്ത് ആ ജീവാത്മാവ് ഭയത്തിലേക്കാണ് പോകുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭയം ദ്വിതീയാത് അഭിനിവേശസ്യാത്. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതര ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗവതം 11.2.37. ഭയം ദ്വിതീയാത് അഭിനിവേശസ്യാത്. എപ്പോഴാണ് നമ്മൾ ഭഗവാനെ മറന്ന് ഈ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ആ സമയത്ത് നമ്മളുടെ ഭയം ആരംഭിക്കും. എപ്പോഴാണോ നമ്മൾ തിരിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഭയം ഇല്ലാതാകും എന്ന് പറയും. പിന്നീട് അഹിംസയെ കുറിച്ച് പറയുന്നുണ്ട്. അഹിംസ, സാധാരണഗതിയിൽ നമ്മൾ അഹിംസ എന്ന് വിചാരിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് അഹിംസ എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത്. അത് ഭൗതിക തലത്തിലുള്ള ഒരു തരത്തിലുള്ള അഹിംസ തന്നെയാണ്. പക്ഷെ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതര് അതിനേക്കാൾ ഉയർന്ന അതിന്റെ അഹിംസയുടെ നിർവചനം നൽകുന്നുണ്ട്. ആത്മീയ നിലവാരത്തിലുള്ള നിർവചനം എന്താണ്? നമ്മൾക്ക് മനുഷ്യ ശരീരം ലഭിച്ചിട്ടുള്ളത് ഭഗവാനെ കുറിച്ച് അറിയാനാണ്, ആത്മസാക്ഷാത്കാരത്തിനാണ്. ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ഈ ശരീരത്തിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗിക്കാതെ ഈ ശരീരത്തിനെ നശിപ്പിക്കുന്നത്, മനുഷ്യ ശരീരത്തിനെ നശിപ്പിക്കുന്നത് ഹിംസയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഹിംസ. അത് ഏറ്റവും വലിയൊരു ഹിംസയാണ്, ശരീരത്തിനെ ഉപയോഗിക്കാതെ നശിപ്പിക്കുന്നത്.
അത് ഹിംസയാണ്. അപ്പോൾ അഹിംസ എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശരീരം ഉപയോഗിക്കുക, മറ്റുള്ളവരെ അതിന് സഹായിക്കുക, മറ്റുള്ളവരെ അതിനെ തടസ്സപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരുടെ ആത്മീയ പുരോഗതിയും തടസ്സപ്പെടുത്താതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ അഹിംസ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരാളെ ആത്മീയ പുരോഗതിക്ക് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഹിംസയാണെന്നുള്ളത്. നമ്മൾ അവരോട് ഉപദ്രവമാണ് ചെയ്യുന്നത്. നമ്മൾ ആശ്രയിക്കുന്നവരെ ആത്മീയ പുരോഗതിക്ക് നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഹിംസയാണ്. കാരണം അവരുടെ ശരീരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ സഹായിക്കുന്നില്ല എന്ന് പറയും. അത് ആത്മീയ നിലവാരത്തിലുള്ള ഹിംസയും അഹിംസയുമാണ്. അതുതന്നെയാണ് പൂന്താനം. നമ്മൾ ജ്ഞാനപ്പാന വായിക്കുന്ന സമയത്ത് പൂന്താനം ഇതേ കാര്യം പറയുന്നുണ്ട് അല്ലെ, ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം എന്ന് പറയുന്നു. നമ്മൾക്ക് മനുഷ്യ ശരീരം നമ്മൾ ചുട്ടു തിന്നുന്നു, അത് വലിയൊരു ഹിംസയാണ് അല്ലെ. അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശരീരം ഉപയോഗിക്കുന്നു. അതിനെ ഹിംസയായിട്ട് തന്നെയാണ് അവിടെയും പൂന്താനവും പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം ഇവിടെ ശീലപ്രഭാതനം നമ്മൾക്ക് അതേ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അഹിംസ. സമത. സമത എന്ന് പറയുന്നത് രണ്ട് സാഹചര്യത്തിലും, ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് രണ്ട് സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, ജയമുണ്ടാവും, പരാജയം ഉണ്ടാകും, മാനമുണ്ടാവും, അപമാനം ഉണ്ടാകും. ഇതൊക്കെ മാറി മാറി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിന് അവസാനമില്ല. നമ്മുടെ ജീവിതാവസാനം വരെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. സുഖവും ദുഃഖവും, ജയം പരാജയം, ലാഭം നഷ്ടം, മാനം അപമാനം, ചൂട് തണുപ്പ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ഒരേപോലെ നിലനിൽക്കുന്നതിനെയാണ് സമത എന്ന് പറയുന്നത്. ഒരേപോലെ മുന്നോട്ട് പോവുക. അത് ആത്മീയ നിലവാരത്തിൽ എത്തുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അങ്ങനെ പോകാൻ സാധിക്കുകയുള്ളൂ. സമത. തുഷ്ടി എന്ന് പറയുന്നത്, തുഷ്ടി എന്ന് പറയുന്നത് സംതൃപ്തിയാണെന്ന് പറയുന്നു. സംതൃപ്തി, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. കാരണം നമുക്ക് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. യദൃച്ഛാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര ഭഗവാൻ പറയുന്നുണ്ട്. അത് ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്തന്മാരുടെ ലക്ഷണമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. യദൃച്ഛാ ലാഭസന്തുഷ്ടോ, കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ഭക്തനെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ഭഗവാൻ അവിടെ ഭക്തിയോഗത്തിലും പറയുന്നുണ്ട്. അപ്പം ഭക്തന്മാർ എപ്പോഴും തൃപ്തനായിരിക്കും. കാരണം എന്താണ്? ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ എനിക്ക് വിധിച്ചത് എങ്ങനെയായാലും എനിക്ക് ലഭിക്കും. ഭഗവാൻ വിധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയായാലും അത് ലഭിക്കുമില്ല എന്ന് ഭക്തന്മാർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഉത്കണ്ഠയില്ല. അവർക്ക് തുഷ്ടി ഉണ്ടാകും, സന്തോഷമുണ്ടാകും. തപോദാനം യശോയശ. തപസ്, നമ്മുടെ കടമ, ഭൗതികവും ആത്മീയമായിട്ടുള്ള കടമകള് എല്ലാ സാഹചര്യത്തിലും, അത് ക്ലേശമാണെങ്കിൽ പോലും ദുഃഖമാണെങ്കിൽ പോലും ചെയ്യുക എന്നുള്ളതാണ് തപസ്. ഞാൻ 16 മാല ജപിക്കും എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും ജപിക്കുക എന്നുള്ളത് ഒരു തപസ്സാണ്. ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അത് ഉപയോഗിക്കാതിരിക്കുന്നത് തപസ്സാണ്. ഇപ്പൊ ക്ലേശപൂർണമാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും കടമ നിറവേറ്റുന്നതിനെയാണ്, ആത്മീയമായാലും ഭൗതികമായാലുമുള്ള കടമ ദുഃഖങ്ങൾ സഹിച്ചുകൊണ്ടും നിറവേറ്റുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. തപസ് അത് ആത്മീയ ഉയർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ബ്രഹ്മാവ് ആദ്യം കേട്ടിട്ടുള്ള വാക്ക് തപസ് എന്നുള്ള വാക്കാണ്. നീ തപസ് ചെയ്യണം. തപസ്സിലൂടെയാണ് അദ്ദേഹത്തിന് ആത്മീയ പുരോഗതി ഉണ്ടായത്, അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചത്. 1000 യുഗങ്ങള് ബ്രഹ്മാവ് തപസ് ചെയ്തു. അതിനുശേഷമാണ് ഭഗവാൻ ബ്രഹ്മാവിന് സൃഷ്ടിക്കുള്ള ജ്ഞാനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ തപസ്സും ആത്മീയ പുരോഗതിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തപസ്. ദാനം. ദാനത്തിനെ കുറിച്ച് ശീലപ്രഭാതർ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് ദാനം സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളത്, ആർക്കൊക്കെയാണ് ദാനം നൽകാനുള്ള യോഗ്യതയുള്ളത്. ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി ഇവർക്കൊക്കെ ദാനം സ്വീകരിക്കാം. ബ്രാഹ്മണന് ദാനം സ്വീകരിക്കാം. ഗൃഹസ്ഥൻ ദാനം നൽകേണ്ട വ്യക്തിയാണ്. അതേപോലെ വൈശ്യൻ, ക്ഷത്രിയൻ ഇവരൊക്കെ ദാനം നൽകേണ്ട വ്യക്തികളാണ്. ഇപ്പം വൈദിക സംസ്കാരം അനുസരിച്ച് ബ്രാഹ്മണന്മാർക്ക് നൽകുന്ന ദാനമാണ് ഏറ്റവും ഉയർന്ന ദാനം. കാരണം എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജന്മത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, ഈശ്വരനെ കുറിച്ച് അറിയുന്ന ആളുകളെയാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനാദി ഇതി ബ്രാഹ്മണൻ.
പരമസത്യമായിട്ടുള്ള ഈശ്വരനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ബ്രാഹ്മണനായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്ന ദാനമാണ് യഥാർത്ഥ ദാനം, ഏറ്റവും ഉയർന്ന ദാനം. കാരണം എന്താണ്? അവർ അതിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെലവഴിക്കുക. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ അത് ചെലവഴിക്കും. ഇവിടെ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ നാമപ്രചരണത്തിന് വേണ്ടി ഉള്ള ദാനം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ദാനമായിട്ടും ശ്രീല പ്രഭാകർ പറഞ്ഞു തരുന്നത്. കാരണം കലിയുഗത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് ഈ വർണ്ണാശ്രമം അനുസരിച്ചുള്ള ദാനമൊന്നും നമുക്ക് പോസിബിൾ അല്ല. ഭഗവാന്റെ നാമപ്രചരണം അതേപോലെ കൃഷ്ണാബോധ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുന്ന ദാനമാണ് ഏറ്റവും നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മാത്രമല്ല, ഏറ്റവും എല്ലാ കാലത്തേക്കും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ദാനമാണ് ദാനം എന്ന് പറയുന്നത്. യശോയശ എന്ന് പറയുന്നത് യശസ് അല്ലെങ്കിൽ കീർത്തി അല്ലെങ്കിൽ കീർത്തിയില്ലായ്മ, ഇതും ഭഗവാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആർക്കാണോ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് അവർക്ക് യശസ്സും കീർത്തിയും ഒക്കെ ഉണ്ടാകും. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. ഏറ്റവും നല്ല യശസ് എന്താണെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അത് ശ്രീല പ്രഭാകർ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ഭക്തനായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യശസ്. അത് കാലാകാലവും നിലനിൽക്കും. അതിനൊരിക്കലും നാശമില്ലാത്ത യശസ്സാണ്, അല്ലെ? പണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ജനക മഹാരാജാവ്, അതേപോലെ ആരാണ് ഹനുമാൻ, അർജുനൻ, പരീക്ഷിത്ത് മഹാരാജാവ്, അവരെ കുറിച്ചൊക്കെ ഇന്നും ആളുകൾ പഠിക്കുന്നു. അവരെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കുന്നു. ഇത് ഏറ്റവും ഉന്നതമായിട്ടുള്ള യശസ്സാണ്, ഒരിക്കലും നശിക്കാത്ത യശസ്സാണ് ഭഗവാന്റെ ഭക്തനായിട്ട് അറിയപ്പെടുന്ന യശസ് എന്ന് പറയും. അതാണ് യഥാർത്ഥത്തിലുള്ള കീർത്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഭഗവാന്റെ ഭക്തൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ കീർത്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ ഭക്തന്റെ കീർത്തി പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഭഗവാൻ ഭക്തവത്സലനാണ്. അപ്പൊ അതും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് യശസ് അല്ലെങ്കിൽ കീർത്തി എന്ന് പറയുന്നത്. ഭവന്തി ഭവ ഭൂതാനാം മത്ത ഏവ പ്രതഗ്വിത. ഇങ്ങനെ ഒരു ജീവാത്മാവിന്റെ എല്ലാവിധ ഗുണഗണങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്, അല്ലാതെ അതൊരു ബ്രെയിനിന്റെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെ? നമ്മളിപ്പം ബ്രെയിനിലാണെല്ലാം അവസാനമായിട്ട് പറയുന്നത്. പക്ഷെ ആ ബ്രെയിനിന് ഉപരിയായിട്ട് ആ ബ്രെയിനിന്റെ പുറകിലുള്ള രഹസ്യം ഭഗവാനാണ്. ഭഗവാനാണ് ആ ബ്രെയിനിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നിവിടെ പറയുന്നത്. അപ്പൊ ഇതും ഭഗവാന്റെ വിഭൂതിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഒരു ജീവാത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ അതും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വിഭൂതിയെ കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. അർജുനന്റെ ആവശ്യമനുസരിച്ച്. പക്ഷെ ഭഗവാൻ എല്ലാ വിഭൂതികളെ കുറിച്ചും പറയുന്നില്ല, അതിന്റെ ഒരു സൂചനകൾ മാത്രമാണ് പറയുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. യെസ്, അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം, ശ്ലോകം ചെല്ലാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, ദാനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അതായത് നമ്മള് കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് ദാനം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട്, അതായത് പലരും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ട്രസ്റ്റുകള്, അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിൽ ജെനുവിനായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സഹജീവികൾ എന്നുള്ള രീതിയിലുള്ള ദാനമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമുക്കത് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ചിലപ്പം ഈ സഹായിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് കടമായിട്ടൊക്കെ അങ്ങനെ വാങ്ങും. അതും നഷ്ടപ്പെട്ടു പോവാറുണ്ട്, തിരിച്ചു കിട്ടാറില്ല. പലപ്പോഴും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ കൊടുക്കേണ്ടി വരുന്ന ഒരു കാലാണല്ലോ, അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയും പോവാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ച പൈസ നമുക്ക് തിരിച്ച് കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് അറിയാം അവരത് ശരിയായ വഴിയിൽ കൂടെ കിട്ടിയിട്ടുള്ള പൈസയില്ല എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു അവസ്ഥയും വരുന്നുണ്ട്.
അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമോ പ്രഭുജി? ഹരേ കൃഷ്ണ. യെസ്, ദാനത്തിനെ ഭഗവാൻ 3 കാറ്റഗറി ആയിട്ട് വിഭജിക്കുന്നുണ്ട്. നമ്മള് ഇനി പഠിക്കും 13-ാമത്തെ 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ദാനം 3 തരത്തിലുണ്ട് എന്ന് പറയും. സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള ദാനം. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണർക്ക് നൽകുന്ന ദാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളുള്ള ദാനം യഥാർത്ഥത്തിൽ സാത്വികഗുണത്തിലുള്ള ദാനമാണ്. അത് യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതിനൊരു അളവുകോലുണ്ടായിരിക്കും. അതായത് നമ്മൾ ആർക്കാണ് ദാനം നൽകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ ദാനം ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞ് ആ പാത്രം അനുസരിച്ച് നൽകുന്ന ദാനമാണ്, ബഹുമാനത്തോടുകൂടി നൽകുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയും. കൃഷ്ണാബോധത്തിന് നൽകുന്ന ദാനം യഥാർത്ഥത്തിൽ അതിനും ഉപരിയാണ്. അത് ഭക്തി സേവനത്തിന് നൽകുന്ന ദാനമാണ്. അത് സാത്വികമായിട്ടുള്ള ബലമല്ല ഉണ്ടാക്കുന്നത്, അത് ആത്മീയമായിട്ടുള്ള ബലമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് താഴെയാണ് സാത്വികമായിട്ടുള്ള ദാനം. പിന്നീട് രജോ ഗുണത്തിലുള്ള ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. രജോ ഗുണത്തിലുള്ള ദാനം എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദാനം. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഈ ദാനം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും, ഇദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ദാനമാണ് രജോ ഗുണത്തിലുള്ള ദാനം എന്ന് പറയുന്നുണ്ട്. തമോ ഗുണത്തിലുള്ള ദാനം എന്ന് പറയുന്നത് ഒന്നും പരിഗണിക്കാതെ, ഈ വ്യക്തി ഈ പണം കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും നോക്കാതെ, അപാത്രേഭ്യശ്ച, പാത്രമല്ലെങ്കിൽ പോലും അദ്ദേഹം സമൂഹത്തിന് മോശമായിട്ടുള്ള കാര്യം ചെയ്യും എങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ദാനം, അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി കൊടുക്കുന്ന ദാനവും തമോ ഗുണത്തിലുള്ള ദാനമാണെന്ന് പറയും. അപ്പം അങ്ങനെ ആ കൊടുക്കുന്ന വ്യക്തിയുടെ ബോധത്തിന്റെ നിലവാരം അനുസരിച്ചിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ദാനമുള്ളത്. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ദാനത്തിന്റെ റിസൾട്ട് മാറുമെന്നാണ് പറയുന്നത്. നമ്മൾ അവജ്ഞയോടുകൂടിയാണ് ദാനം ചെയ്യുന്നതെങ്കിൽ തമോ ഗുണത്തിലാവും. അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലാത്ത ഒരാൾക്ക്, അദ്ദേഹം മോശമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് ദോഷം ചെയ്യുന്ന അദ്ദേഹത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ദാനവും തമോ ഗുണത്തിലാണ്. രജോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ദാനം, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ദാനം, ഇതൊക്കെ രജോ ഗുണത്തിലാണ്. സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത് ഇതെന്റെ കടമയാണ്, ഇത് ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ നമ്മുടെ ധാർമ്മിക ബോധത്തിൽ നിന്നുണ്ടാകുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയും. അതിനുപരിയാണ് ഭഗവാന്റെ ഭക്തി പ്രചരണത്തിന് വേണ്ടി ചെയ്യുന്ന ദാനം. ഇതില് നമ്മൾ രജോ ഗുണത്തിൽ ചെയ്യുന്ന ദാനത്തിനും തമോ ഗുണത്തിൽ ചെയ്യുന്ന ദാനത്തിനും നമ്മൾക്ക് പുരോഗതിയല്ല ഉണ്ടാക്കുന്നത് എന്ന് പറയും. അത് നമ്മളെ താഴോട്ടാണ് നയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ദാനം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു നമ്മൾക്കോ അല്ലെങ്കിൽ അത് ലഭിക്കുന്ന വ്യക്തിക്കോ സമൂഹത്തിനോ പ്രയോജനം ഉണ്ടാവില്ല. വിപരീതമായിട്ടുള്ള ബലമാണ് അതുകൊണ്ടുണ്ടാവുക. അല്ലെ, നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് ഒരാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദോഷമാണ്, സമൂഹത്തിനും ദോഷമാണ്. അതാണ് തമോ ഗുണത്തിലുള്ള ദാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ദാനം നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ഒരു ധാർമ്മിക ബാധ്യത എന്ന് നമ്മൾക്ക് തോന്നിയിട്ട് ചെയ്യുന്ന ദാനം നമ്മൾക്ക് ചെയ്യാം. അത് സാത്വികമായിട്ടുള്ള ദാനമാണ്. പക്ഷെ അതിന്റെ ബലം പുണ്യഫലമാണ്. അതൊരു ആത്മീയമായിട്ടുള്ള ബലമല്ല ഉണ്ടാകുന്നത്. ആത്മീയമായിട്ടുള്ള ബലം വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആണ്. അതിന് കൂടുതൽ പുണ്യം ആണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ആത്മീയമായിട്ടുള്ള ദാനത്തിന് അത് നമ്മൾക്ക് ചെയ്യാം, സാത്വികമായിട്ടുള്ള ദാനം ചെയ്യാം, ആത്മീയമായിട്ടുള്ള ദാനവും നമ്മൾക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കും. ഹരേ കൃഷ്ണ, മനസ്സിലായി പ്രഭുജി. അപ്പൊ നമ്മൾ സഹാനുഭൂതിയോട് ചെയ്യുന്ന ദാനം ധാർമ്മികതയിൽ പെടുത്താം അല്ലെ പ്രഭുജി? സാത്വിക ദാനത്തിൽ പെടുത്താം, പുണ്യം എന്നുള്ള രീതിയിൽ. സഹാനുഭൂതി ആണെങ്കിലും അത് പാത്രമാണോ എന്ന് നമ്മൾ നോക്കണം. അപാത്രേഭ്യശ്ച, പാത്രത്തിനല്ലെങ്കിൽ, അത് സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിക്കാണെങ്കിൽ, ആ വ്യക്തി അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമോ ഗുണത്തിലുള്ള ദാനമായിട്ട് മാറും. അപ്പൊ നമ്മുടെ സഹാനുഭൂതി ഒരു സെന്റിമെന്റ് മാത്രമാണെങ്കിൽ ആ സെന്റിമെന്റിനല്ല വില, അതിന്റെ ആ ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ അത് കറക്റ്റ് ആണോ എന്ന് നോക്കണം.
അപ്പോഴും മാത്രമേ അത് സാത്വികമാകുള്ളൂ. നമ്മൾക്ക് സെന്റിമെന്റ് ഉണ്ടായതുകൊണ്ട് മാത്രം അത് സാത്വികമായിട്ടുള്ള ദാനമായിട്ട് വരുന്നില്ല. അത് കൊടുക്കുന്ന വ്യക്തി അതിന് യോഗ്യനാണോ, അത് അദ്ദേഹം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണോ ഉപയോഗിക്കുക എന്ന് നോക്കിയിട്ട് വേണം, ബുദ്ധി ഉപയോഗിച്ച് ഇന്റലിജന്റ് ആയിട്ട് വേണം ദാനം ചെയ്യാൻ എന്ന് പറയും. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ കടം കൊടുക്കുന്നതിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു. കടം ചോദിക്കുന്ന ആളുകൾക്ക് നമ്മൾ പലപ്പോഴും കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അവരത് അതായത് ഒരുപാട് കടബാധ്യതകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തമോ ഗുണത്തിൽ പോവാനുള്ള സാധ്യതകളും ഉണ്ട്, തെറ്റായ രീതിയിൽ ഒക്കെ പോവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ പലപ്പോഴും കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ കടം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. യെസ്, കടം വാങ്ങിച്ച് ആ വ്യക്തി ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തമോ ഗുണത്തിലുള്ള ദാനമായിട്ട് മാറും. ഇനി നമ്മൾ സാധാരണ കടം കൊടുക്കുക എന്ന് പറയുന്നത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കടം കൊടുക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? രജോ ഗുണത്തിലാണ് വരുന്നത്, ഒരിക്കലും അത് സാത്വിക ഗുണത്തിലേക്ക് വരുന്നില്ല. നമ്മൾക്ക് തമോ ഗുണത്തിലുള്ള കടം കൊടുക്കല് ദുരുപയോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അത് അറിയുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഒഴിവാക്കാൻ സാധിക്കും. ചിലത് നമുക്ക് തീരെ ഒഴിവാക്കാൻ സാധിക്കാത്തതുണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിവൃത്തിയില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോ അത് ദാനമായിട്ട് അല്ലെങ്കിൽ അത് എന്താണെങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് ഭഗവാനെ സമർപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കാല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. യെസ്, അങ്ങനെ നമ്മൾക്ക് എന്താണ്, എല്ലാ സാഹചര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കില്ല. നമ്മൾ അങ്ങനെ അതിനനുസരിച്ച് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. പക്ഷെ അത് ഭഗവാനുള്ള സമർപ്പണമല്ല. ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭഗവാന്റെ സമർപ്പണം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. യെസ്, സ്വപ്ന മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ. തപസ്സിനെ പറ്റി പറഞ്ഞില്ലേ പ്രഭു? അപ്പോ ആത്മീയമായാലും ഭൗതികമായാലും നമ്മൾ ക്ലേശപൂർണമായ കാര്യങ്ങള് ബുദ്ധിമുട്ടിയാണെങ്കിൽ നമ്മൾ ചെയ്യും. അതെ, മാതാജി പറയുന്നത് കേൾക്കുന്നില്ല. പ്രഭുജി, തപസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയമായാലും ഭൗതികമായാലും ക്ലേശപൂർണമായ കാര്യങ്ങള് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അത് ചെയ്യുന്നു. അതാണ് അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ അതില് ഭൗതികമായാൽ എന്നും പറഞ്ഞത് മനസ്സിലായില്ല. ആത്മീയമായാലും ഭൗതികമായാലും പറയണ്ടായിരുന്നു. അപ്പൊ അതെന്താണ് മനസ്സിലായില്ല. യെസ്, ആത്മീയമായതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു. നമ്മൾ എന്താണ്, നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ മാല ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഒരു സങ്കല്പം എടുത്ത് ഞാൻ ഇത്ര മാല ജപിക്കും എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കില്ല, ഭഗവാന് നിവേദിച്ച ഭക്ഷണം മാത്രമേ, പ്രസാദം മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. അതൊക്കെ തപസ്യകളാണ്. അത് ആത്മീയ പുരോഗതിക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. ഭൗതികം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി, നമ്മുടെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് തപസ്യകൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾ ദിവസവും വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ വീട് വൃത്തിയാക്കി വെക്കുന്നുണ്ട്, അതേപോലെ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് ക്ലേശങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ട്. അതൊക്കെ ഭൗതികമായിട്ടുള്ള തപസ്സിന്റെ ഭാഗമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ എങ്ങനെയാ പ്രഭു ഇത് ഭക്തിയിൽ പുരോഗമനം ഉണ്ടാകുക, ഈ ഭൗതികമായ ക്ലേശങ്ങള്? ഭക്തിയിൽ പുരോഗമനം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇപ്പോൾ 2 തരത്തിലുള്ള ചുമതലയുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ആത്മാവ് മാത്രമല്ല, നമ്മൾക്ക് എന്തുണ്ട്? ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. ഈ ശരീരം എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മൾക്ക് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഭൗതിക കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല, കാരണം നമ്മൾ ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് 2 തരത്തിലുള്ള നിയതകർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾക്ക് 2 കാലുള്ളതുപോലെ, നമ്മൾക്ക് 2 കണ്ണുള്ളതുപോലെ നമ്മൾക്ക് എന്തുണ്ട്? ആത്മീയമായിട്ടുള്ള കടമകളുമുണ്ട്, ഭൗതികമായിട്ടുള്ള കടമകളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ
മുന്നോട്ട് പോകണമെങ്കിൽ, ഈ ഭൗതിക ശരീരവുമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ 2 കടമകൾ നമ്മൾ ചെയ്യണം, അല്ലെ? ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ശരീരം നിലനിർത്താൻ പോലും സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ശരീരം നിലനിർത്തിയാലേ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും നിർബന്ധമായിട്ട്. ഹരേ കൃഷ്ണ, മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രഭുജി, പ്രഭുജി നാളത്തെ ക്ലാസിന്റെ കാര്യം ഒന്ന് പറയായിരുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. നാളെ പ്രത്യേക ഒരു ക്ലാസ് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഹിസ് ഹോളിനെസ് ഭക്തിവിനോദ് സ്വാമി മഹാരാജ് നാളെ നരസിംഹ ചതുർത്ഥിയോടനുബന്ധിച്ച്, മറ്റന്നാളാണ് നരസിംഹ ചതുർത്ഥി, അപ്പോൾ പ്രത്യേക ഒരു ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് വൈകുന്നേരം രാത്രി 8:30 ഇതേ സമയത്ത് മഹാരാജന്റെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ പേരോട് പറഞ്ഞിട്ട് എല്ലാവരോടും ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറയാം. ഹരേ കൃഷ്ണ. അതിന്റെ പോസ്റ്റർ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. പോസ്റ്റർ ഇപ്പം റെഡി ആയിട്ടുണ്ട്, അതിന് അയക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം